ആവശ്യമായവ അവൽ 1 കപ്പ്, ശർക്കരയും തേങ്ങയും കൂടിയാണ്. ഇത് ശർക്കരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്തതാണ്. എള്ള് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ ഓപ്ഷണലാണ്. ഏലക്കായ്, ഏത്തയ്ക്ക ഒരു പകുതി പഴുത്തതാണ്. ഇത് തേങ്ങാപ്പാലാണ്. നമുക്ക് പൊതിയാനുള്ള ഇല. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അവൽ ഇട്ട് കൊടുക്കാം. മുഴുവനായി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് അവൽ. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ, ഏകദേശം ഒരു 2 ടീസ്പൂൺ തേങ്ങാപ്പാൽ ഉണ്ടാവും. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് വേണമെങ്കിൽ കൈകൊണ്ടും മിക്സ് ചെയ്യാവുന്നതാണ്. ഇതൊരു 30 സെക്കൻഡ് ഒന്ന് മാറ്റി അടച്ചു വെക്കാം. ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങയും ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ കാണും. നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ, ഏത്തയ്ക്ക ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഏത്തയ്ക്ക, ബാക്കിയുള്ള ഏലക്കായ്, മുന്തിരി, എള്ള്, അണ്ടിപ്പരിപ്പ് എന്നിവ ഇട്ട് കൊടുക്കാം. അവസാനം നമുക്ക് എള്ളും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കാം. കൈകൊണ്ട് തന്നെ തിരുമ്മണം, എന്നാലേ അവലിലേക്ക് ഇതെല്ലാം കൂടെ പിടിക്കുകയുള്ളൂ. നമ്മൾ നന്നായിട്ട് തന്നെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു വാഴയിലേക്ക് മാറ്റാം. വാഴയിലേക്ക് വാഴയില ഇത് നമുക്ക് കുറച്ചെടുത്ത് വാഴയിലേക്ക് വെച്ച് കൊടുക്കാം. വാഴയിലേക്ക് വെച്ച് കൊടുത്തു. വാഴയിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കത് രണ്ടായിട്ട് മടക്കിയെടുക്കാം. ഒന്നും കൂടെ എടുക്കാം. കുറച്ച് നമ്മൾ നനച്ച് വെച്ച അവൽ എടുത്ത് വാഴയിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്കിത് കൈ കൊണ്ടൊന്ന് മടക്കാം. ഓക്കെ, നമ്മുടെ അവൽപ്പൊടി തീ കത്തിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ നമ്മുടെ അവൽപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഇതെല്ലാവരും വന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ.